കാട്ടുമരത്തിൽ നിന്ന് ഒലിവിലേക്ക്. ഗ്രാഫ്റ്റിംഗ് ദ വൈൽഡ് ബ്രാഞ്ചസ് ടു ദ ഗുഡ് ഒലിവ്. നല്ല ഒലിവ് വൃക്ഷം ദൈവത്തിൻ്റെ വൃക്ഷമാണ്. നല്ല മുന്തിരി യേശുക്രിസ്തുവാണ്. മുന്തിരിയുടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പിതാവാണ്. ഒലിവ് വൃക്ഷത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. കാട്ടു ഒലിവെന്ന് പറഞ്ഞാൽ അവന് ഒരു ഗുണവുമില്ല, പക്ഷേ കാട്ടുമുന്തിരിക്കും ഒരു ഗുണവുമില്ല. അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോയവരാണ്. ജെറമയ ഏകദേശം ഒരു 16 അധ്യായത്തിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുകളായിട്ടുണ്ട്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നമ്മളെ സൃഷ്ടിച്ചവരാണ്. പക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോയതോടുകൂടി ദൈവത്തിന് ദൈവം ഉദ്ദേശിക്കുന്ന ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. അതൊരു വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. നമുക്കെല്ലാം ഉണ്ടത്, നമ്മളറിയുന്നില്ല. നമ്മൾ മക്കളെക്കുറിച്ചൊക്കെ വലിയ ചിന്തകൾ ചിന്തിക്കും, എന്നിട്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കത്തില്ല. കാരണം എന്താ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവരെ റിസീവ് ചെയ്യുന്നില്ല. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ചിന്തയും. കർത്താവ് പറയുന്നത്, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തകളുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനൊക്കും നിങ്ങളതിനകത്തോട്ട് കടന്നു വരുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നു, നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് പറയാൻ തുടങ്ങണം, ലോർഡ് ഐ കനോട്ട് ഡു ഇറ്റ് മൈസെൽഫ്. നമ്മൾ നിൻ്റെ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്, നീ കടന്നു വന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ യാചിക്കാൻ തുടങ്ങണമെങ്കിൽ തന്നെ ഇറ്റ്സ് എൻ അവെയർനെസ്സാണ്. ആ ഒരു സത്യാത്മാവ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുക്കൽ വിനയപ്പെട്ട് ചെല്ലുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കും. പക്ഷേ അങ്ങനെ എത്ര പേര് ചെല്ലുന്നുണ്ട്? അതായത് ഞാൻ ടൈംസ് സ്ക്വയർ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചിൽ, അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള ഒരു ചർച്ചാണ്. അത് ബേസിക്കലി അവർ ആഫ്രിക്കൻ അമേരിക്കൻസ് വർഷിപ്പ് ചെയ്യുന്ന ഒരു 100 പേര് നിന്നാണ് സ്റ്റേജിൽ നിന്ന് ഒന്നിച്ച് പാട്ട് പാടുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻസും പറയാൻ അറിയാമല്ലോ, അവരുടെ തീഷ്ണത ചെറുതൊന്നുമല്ല. അതീഷ്ണമായ പ്രാർത്ഥന സമയത്ത് 10,000-2000 പേരുകളാണ് കയറി വന്നിട്ട് അവർ ആ സ്റ്റേജിൻ്റെ താഴെ വന്ന് അവർ കമന്ന് കടന്ന് ദൈവസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാം. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും, ഇവരെന്താണ് ഇത്രമാത്രം തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നത്? എന്ത് പറ്റി? ആ സ്ഥലത്തുള്ള ഈ ടൈംസ് സ്ക്വയർ ചർച്ച് കൊണ്ട് ആ ന്യൂയോർക്കിലുള്ള സാഹചര്യം എത്രയോ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള പിള്ളേരെ രക്ഷിച്ച് അവിടെ ആ പള്ളി നിലനിർത്താൻ സാധിച്ചു. അപ്പോൾ ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ പണസൗകര്യമായിട്ടും ജോലിപരമായിട്ടും കഴിവുള്ളവർ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഈ ഒരു ചർച്ചിനെ ഡേവിഡ് വിൽക്കിൻസൺ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെയാണ് എടുത്ത് ഉപയോഗിച്ച ഒരു പാസ്റ്റർ. ദ സ്വിച്ച് ആൻഡ് ദ ബ്ലേഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ളവരെ രൂപാന്തരപ്പെടുത്തിയെടുക്കുക. അപ്പോൾ അത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, കാട്ടൊലിവായിട്ട് നിൽക്കുന്നതിന് നല്ല ഒലിവിലോട്ട് കെട്ടിവെച്ച് കഴിയുമ്പോൾ രൂപാന്തരം വരുന്നുണ്ട്. കാട്ടുമുന്തിരിയെ കൊണ്ടുവന്ന് നല്ല മുന്തിരിയെ കൊണ്ടുവെക്കുമ്പോൾ രൂപാന്തരം വരും. അത് രൂപാന്തരം ചെയ്തേ ഒക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പ്ലാനുകളാണ്. ഈ യെഹെസ്കേലിൻ്റെ 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്രാ, നീ യെരൂശലേമിനോട് അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ചു പറയേണ്ടത്. തൻ്റെ ജനത്തോട് പറയുകയാണ്. യഹോവയായ കർത്താവ് യെരൂശലേമിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിൻ്റെ ഉൽപ്പത്തിയും നിൻ്റെ ജനനവും കനാൻ ദേശത്തായിരുന്നു. എവിടെയോ നീ ഉണ്ടായതായിരിക്കണം. നിൻ്റെ അപ്പൻ അമോര്യനും അമ്മ ഹിത്തി സ്ത്രീയും അത്രേ. നിൻ്റെ ജനന വസ്തുതയോ ജനിച്ച നാൾ നിനക്ക് നിൻ്റെ പൊക്കിൾ മുറിച്ചിട്ടില്ല, നിന്നെ വെള്ളത്തിൽ കളിപ്പിച്ച് വെടിപ്പാക്കിയിട്ടില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിന് നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതുകൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്തെ ഇട്ട് കളഞ്ഞു. എന്നാൽ ഞാൻ നിൻ്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട്, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് കൽപ്പിച്ചു. അതെ, നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. അതോടുകൂടി നല്ല മനോഹരമായൊരു വലിയ വൃക്ഷമായിട്ട് ഇത് തീരുന്നു. അതാണ് എസെക്കിയേലിൽ എഴുതിയിരിക്കുന്നത്. എസെക്കിയേൽ എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ, മൃഗത്തിന് തുല്യമായിട്ട് നമ്മളെ വേണ്ടെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ കരുണ അയച്ചിട്ട് നമ്മൾ നല്ല മക്കളായിട്ട് വളർത്തിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ആപ്പസിൻ്റെ ആഗ്രഹമാണ് കാണിക്കുന്നത്. അതുതന്നെയാണ് പുതിയ നിയമത്തിൻ്റെ ഉടമസ്ഥ.
യേശുക്രിസ്തു കടന്നു വന്നിരിക്കുന്നത് നമ്മളെ പിതാവിനോട് ചേർക്കാൻ വേണ്ടിയാണ്. നമ്മളെ യേശുവിൻ്റെ സഹോദരി സഹോദരന്മാരാക്കി അവൻ്റെ സഭയോട് അവൻ്റെ മക്കളാക്കി മാറ്റാനാണ്. പാപക്ഷമ അത് രണ്ടാം പോയിൻ്റായിട്ട് ചിന്തിക്കാം ഒരു കണക്കിൽ. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം തിരിച്ചു കിട്ടുക. ഇപ്പോൾ എനിക്ക് 4 മക്കളുണ്ട്. ഒരെണ്ണത്തിൻ്റെ വേറെബൌട്ട്സ് അല്ലെ എവിടെയെന്ന് അറിയത്തില്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവനെ എങ്ങനെയാലും എനിക്ക് തിരിച്ചു കിട്ടണം. ചെളിയിലോ അഴുക്കിലോ എവിടെ കിടന്നാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് അവനെ കാണണം എന്നുള്ള ചിന്തയാണ്. അതാണ് ദൈവം ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിന് യഹൂദന്മാരെക്കുറിച്ചുള്ള ചിന്തയുണ്ട്, എന്നാൽ വിശ്വാസികളെ കുറിച്ചുള്ള ചിന്തയുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത്, കാട്ട് ഒലിവായിരിക്കുന്ന നിങ്ങളെ ഞാനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങളുടെ മിടുക്കൊണ്ടൊന്നുമല്ല, എൻ്റെ ആ നന്മയുടെ എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ദൈവത്തോടൊന്നും ചോദ്യം ചെയ്യത്തില്ല. എന്താ എനിക്കിത് സംഭവിച്ചത്? ചിലർ ചോദിക്കല്ലോ, ഞാൻ നിന്നെ ഇത്ര നാൾ ഫോളോ ചെയ്തിട്ട് നീ എന്നെ എന്താ തള്ളിക്കളഞ്ഞത്? ചിലർ എന്നാൽ ഈ പെർസിക്യൂഷനൊക്കെ, ഈ ശത്രുവിൻ്റെ കയ്യിൽ ചെന്ന് പെർസിക്യൂട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻസ്, അവർ മിണ്ടൂല, അവർക്ക് മിണ്ടാൻ വയ്യാത്ത സ്റ്റേജാകും. പക്ഷെ അന്നേരം അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണും. സ്റ്റീഫനെ അടിച്ചു കൊല്ലാൻ നോക്കുമ്പോൾ സ്റ്റീഫൻ്റെ അടുക്ക പോള് നിപ്പുണ്ട്, കൊല്ലാൻ വന്ന ആളുകൾ നിപ്പുണ്ട്, കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്നിരിക്കുന്നത്. സ്റ്റീഫൻ്റെ കണ്ണ് മേളിലോട്ടാണ് നോക്കിയത്, മുകളിൽ യേശു ക്രിസ്തു നിൽക്കുന്നതായിട്ട് കണ്ട്. എന്താ ഇരിക്കുകയല്ല, യേശു ഇരിക്കുന്നതെന്നാണ് വേദപുസ്തകത്തിൽ പലയിടത്തും പൂർത്തി. പക്ഷേ അപ്പോൾ യേശു നിൽക്കുകയാണ്, സ്റ്റീഫൻ യേശുവിൻ്റെ മുഖം കാണുകയാണ്. അങ്ങനെയാണ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പം യേശുവിൻ്റെ മുഖം കണ്ടാണ് സ്റ്റീഫൻ മരിക്കുന്നത്. കാട്ടൊലിവാകുന്ന നമ്മളെ നല്ല ഒലിവിലേക്ക് വെച്ച് കെട്ടാൻ ദൈവത്തിനല്ലാതെ ആർക്ക് സാധിക്കും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ വാക്കിനും ഇത് 11 റോമർക്ക് എഴുതിയ 11:24 സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത്. എന്ത് സ്വഭാവം? സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികമായി ഒട്ടിക്കും. ഇത് നമ്മളെക്കുറിച്ച് പറയുന്നത് നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരല്ല. കാട്ടുമരങ്ങൾ, ദൈവത്തെ അറിയാത്ത ജാതീയ സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിലും ദൈവം നമ്മളെ എടുത്ത് നല്ല ഒലിവ് മരത്തിലേക്ക് ഒട്ടിച്ചേർത്ത് വെച്ചു. അത് യേശു ക്രിസ്തുവിലാണ്. അത് തന്നെ അത്രയും ചെയ്തെങ്കിൽ ദൈവം പറയും തൻ്റെ ജനതയായ യഹൂദ ജനതയെ സൂക്ഷിച്ച് രക്ഷിക്കുമെന്ന് തന്നെയാണ് ഈ അധ്യായത്തിൽ ദൈവം പറയുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്നത്, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ നല്ല ഒലിവ് വൃക്ഷത്തിലോട്ട് കയറ്റി അങ്ങോട്ട്. നമുക്ക് ഈ അടീനിയമൊക്കെ ചെടിയിൽ നമ്മൾ അതായത് വലിയ ബൊഗൈൻവില്ല, പല തണ്ടുകൾ, പല പൂക്കളുള്ള കളറുള്ള പൂക്കൾ ഒഴിച്ച് നമ്മൾ ഇപ്പം ക്രാഫ്റ്റ് ചെയ്ത് വെക്കും. അതാണിപ്പം ഇപ്പോഴത്തെ ഒരു സ്റ്റൈല്. എവിടെ ചെന്നാലും ബൊഗൈൻവില്ല പല കളറുകളായിട്ട് നിൽക്കുന്നത് കാണാം. ബിക്കോസ് ദേ ആർ ഗ്രാഫ്റ്റിംഗ് ആൻഡ് ദേ ഷോ ദ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഓഫ് ദ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ദെയർ, ഇല്ലേ? നമ്മളിന്ന് കാട്ടൊലിവുകളായിരുന്നു. ഈ കാട്ടൊലിവാകുന്ന നമ്മളെ ദൈവം ചെത്തി വെടിപ്പാക്കി ദൈവമാകുന്ന ക്രിസ്തുവാകുന്ന നല്ല ഒലിവത്തിട്ട് കെട്ടിവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഈ വേരിൻ്റെ ഗുണം കാണിക്കും. ഇതാണ് അടുത്ത വാക്യം വായിക്കുന്നത്. വേര് നല്ലതാണെങ്കിൽ, അതായത് കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിലോ നീ വേരിനെ അല്ല, നിന്നെ എത്രേ ചുമക്കുന്നത്. ആരാണ് നിന്നെ ചുമക്കുന്നത്? വേര് നിന്നെ എത്ര ചുമക്കുന്നവർക്ക്. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ പഠിക്കുക. ഈ ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാലും, അല്ല നമ്മൾ മൂണിൽ പോയാലും, മാസിൽ പോയി താമസിച്ചാലും മാറ്റമില്ലാത്ത വചനം പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും, എങ്കിലും എൻ്റെ വചനം മാറിപ്പോകത്തില്ല. ആ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ, എന്തെല്ലാം ഭൂമി ഇളകട്ടെ, ഞാൻ ഈ വചനത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഒരാളെങ്കിലും ഒരു ഭവനത്തിൽ പറയാനുണ്ടാകണം. ഒരാളെങ്കിലും.
ഒരാൾ ശരിയായാൽ ബാക്കിയുള്ളവരെ ദൈവം ശരിയാക്കും. അതുകൊണ്ടാണ് യോശുവ പറഞ്ഞത്. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഇന്നൊരു തീരുമാനം എടുക്കണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ പ്രസക്തമാണിതൊക്കെ. കാട്ടൊലിവായിട്ട് ജീവിച്ചിട്ട് ആർക്കും പ്രയോജനമില്ലാത്തവരായില്ല, ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവമക്കളായിട്ട് ജീവിപ്പാൻ നമ്മളെയും നമ്മുടെ തലമുറയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-5 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 5:5 പറയുന്നത്, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നില്ല. പ്രത്യാശയ്ക്ക് അല്ലെങ്കിൽ ഹോപ്പ്, അതിന് ഒരിക്കലും ഭംഗം വരത്തില്ല. നമ്മുടെ പ്രത്യാശ വ്യക്തിപരമായ യേശുവിലായിരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ, കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളിൽ ആരെ ഇട്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവം നമ്മുടെ ബലഹീനതകളെല്ലാം മറന്നിട്ട്, നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അത് എപ്പോഴും ഇംഗ്ലീഷിൽ നമ്മൾ പഠിക്കുന്നത്, വൈൽ ഹീ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ us ഈവൻ വെൻ വി വെയർ സിന്നേഴ്സ്. നല്ലവർക്ക് വേണ്ടി മരിക്കാൻ കുറേ പേര് കാണും, അത് വേറെ കാര്യം. ഞാൻ പാപിയായിരുന്നപ്പോൾ, ബലഹീനനായിരുന്നപ്പോൾ, കാട്ടുവൃക്ഷമായിരുന്നപ്പോൾ എന്നെ കരുതിയ ഒരു ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാഥ, കരുതുന്ന ഒരു സ്നേഹത്തിൻ്റെ ആഴം എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിലെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയെടുക്കാൻ വിനയവും പഠിപ്പിച്ചാൽ അത് ഏറ്റെടുക്കുന്ന ഒരു നല്ല ഹൃദയം ഇട്ട് തരണം. ചുമ്മാതെ കേട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റു ചെവിയിൽ ഇറക്കാതെ, എന്നെ നീ ആകുന്ന മുന്തിരിയിലേക്ക്, നീ ആകുന്ന നല്ല ഒലിവ് വൃക്ഷത്തിലേക്ക് ചേർത്ത് വെക്കണമേ. തന്നെ വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല. പക്ഷെ തൻ്റെ വേരാകുന്ന ക്രിസ്തുവിൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പുറപ്പെടും, ഇശായിയുടെ വേരിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. യെശയ്യാ 11:1. അങ്ങനെ നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ നീ ആകുന്ന ആ വലിയ നല്ല ഒലിവ് വൃക്ഷത്തിലേക്ക് ഞങ്ങൾ കാട്ടൊലിവുകളാകുന്ന ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ചേർത്ത് വയ്ക്കണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞങ്ങളെ ആ വേരിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആ വേരിൽ നിന്ന് വരുന്ന കൊമ്പ് ഫലം കായ്ക്കുന്ന പറഞ്ഞത്. ആ വേരല്ലാത്തതിൽ പലതും ചെയ്യാൻ നോക്കി കർത്താവേ, അതിന് ക്ഷമ ചോദിക്കുന്നു. പൂർണ്ണമായിട്ട് ഞങ്ങളെ മാറ്റിമറിച്ച് നിനക്ക് പ്രയോജനമുള്ള വൃക്ഷങ്ങളാക്കി മാറ്റി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും നിനക്ക് വന്ന് വിശ്രമിക്കാനും പറ്റിയ ഒരു ഒലിവ് തോട്ടമാക്കി ഞങ്ങളുടെ ഭവനങ്ങളെ ആക്കണമേ. പ്രായ വ്യത്യാസമില്ലാതെ, വലിപ്പ് ചെറുപ്പമില്ലാതെ, അപ്പനും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഈ ഒലിവ് തോട്ടത്തിൽ നിന്നോടുകൂടെ ഇരുന്ന് സന്തോഷിക്കാൻ ഇടയാക്കണമേ. അവിടുന്ന് അത് ചെയ്തിരിക്കുന്നതിനാൽ നന്ദി. ഇത് പ്രാപിച്ചെടുക്കുന്ന കർത്താവേ, എൻ്റെ പരിശുദ്ധാത്മാവ് ജയമെടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.